ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സൂറത്തിൽ പോവാണ്. ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് സൂറത്തിൽ പോവാണ്. ഇന്ന് പോയിട്ട് നാളെ രാത്രിയാണ് ഞാൻ തിരിച്ചു വരിക. എനിക്ക് നാളെയാണ് വർക്കുള്ളത്. സാധാരണ എപ്പോഴും ഞാനും അജയ് ഒന്നിച്ചാണ് വർക്കിന് പോകാറ്. പക്ഷേ നമുക്ക് പിള്ളേരുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോവാന്നുള്ളത്. അപ്പോൾ ബൈ ഫ്ലൈറ്റാണ് പോകുന്നത്. ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. ബാംഗ്ലൂർ ടു സൂറത്ത് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ വരുന്നത് 1.5 മണിക്കൂറാണ്. പക്ഷെ ഞാൻ സർജാപൂരിൽ നിന്ന് എയർപോർട്ടിൽ എത്താൻ മിനിമം ഒരു 2-2.5 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും എടുക്കും. കാരണം നല്ല ട്രാഫിക് ഉണ്ടാകും. അപ്പം ഞാനിതേ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ബാഗിൻ്റെ അടുത്ത് തന്നെ ആരോ ബേബി ഇതേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആര് എങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആര് ബാഗെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവനെയും കൂടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമായിരിക്കും. ഒരു ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ ബാഗിൻ്റെ അകത്ത് എൻ്റെ ഡ്രസ്സ്, മൈക്ക്, പിന്നെ അതേപോലെ ഇതെനിക്ക് അജയ് ശ്രീലങ്കയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു തന്നൊരു ചെറിയൊരു ബുക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലാണ് എൻ്റെ കോണ്ടൻറ്റ് ഐഡിയാസും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാറ്. ചെറിയ ബുക്കായതുകൊണ്ട് തന്നെ ഇത് ബാഗിലൊക്കെ വെക്കാനും ഭയങ്കര ഈസിയാണ്. ബോബുന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആര് ട്രാവൽ ചെയ്യുകയാണെങ്കിലും അവൻ അങ്ങനത്തെ സങ്കടമോ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അവൻ കുറച്ചുകൂടി മനസ്സിലാക്കി നിൽക്കും. അപ്പം എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഫുള്ള് റെഡി ആയി കഴിഞ്ഞു. ഇനി ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് കാണാം. എൻ്റെ ഊബർ ഇതേ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഊബറിൽ കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഊബറിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ട്രാഫിക് ആയിട്ടോ. എനിക്കെന്നല്ല, ഈ ബാംഗ്ലൂർ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാഫിക്കാണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും മിനിമം ഒരു 1 അവറെങ്കിലും എടുക്കും. അതിപ്പോൾ ഊബറിലാണെങ്കിലും കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിലും മിനിമം ഒരു 1 അവറെങ്കിലും എടുക്കും. ബാംഗ്ലൂരിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് മാത്രമാണ്. പിന്നെ ബാംഗ്ലൂരത്തെ ക്ലൈമറ്റും പിന്നെ അതേപോലെ ഈ ചെറി ബ്ലോസമൊക്കെ കാണുമ്പോഴാണ് ബാംഗ്ലൂരിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ എടുത്തു കേട്ടോ എനിക്ക് സർജാപൂരിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ട് എത്താൻ. ടെർമിനൽ 2ലാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ടെർമിനൽ 2ൽ വരുന്നത്. ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും ടെർമിനൽ 1ലാണ് എപ്പോഴും ഫ്ലൈറ്റ് വരിക. സോ ഞാൻ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സിംഗപ്പൂരിലെ എയർപോർട്ട് പോലെയൊക്കെയാണ്. പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂരിലത്തെ ടെർമിനൽ 2 എയർപോർട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുക. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അജയ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ മിനിമം ഒരു 10-25 മിനിറ്റെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരും. കാരണം എല്ലാ ക്യാമറ ഗാഡ്ജറ്റ്സും ഡ്രോണും എല്ലാം ചെക്കിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയവും. ഈ ഒരു ചെറിയ വാട്ടർഫോൾ പോലത്തെ കാണുമ്പോഴും എനിക്ക് സിംഗപ്പൂർ എയർപോർട്ടാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മുടെ ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിതേ ഗേറ്റിൻ്റെ അവിടേക്ക് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. ശരിക്കും എനിക്കിത് ഭയങ്കര അത്ഭുതം തോന്നി. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളെല്ലാം ഇവിടെ എയർപോർട്ടിൽ, അതും ഇതുപോലെ ഇങ്ങനെ ഫ്രെയിം ചെയ്തല്ല, ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. ഗേറ്റ് 4ലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതേ ഇത്രയും നടന്നിട്ട് വേണം പോവാൻ. പിന്നെ ഈ ചുറ്റും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഗേറ്റിൻ്റെ അവിടേക്ക് പോയത്. ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. അതേപോലെ ഫ്ലൈറ്റിൽ ഞാൻ മീൽ ഓപ്റ്റ് ചെയ്തിട്ടുമില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ടോക്കൺ നമ്പർ 48 ആണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ ഡെലിവറി ചെയ്തു കേട്ടോ. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ലോണം ഡിഷ് ഉണ്ടായിരുന്നു. ചപ്പാത്തിയും റൈസും പപ്പടും പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റായ ഗുലാബ് ജാമും ചിക്കൻ കറിയും ദാലും എല്ലാം ഉള്ള നല്ലൊരു ഹെവി ആയിട്ടുള്ള മീലായിരുന്നു. നോൺ വെജ് ആണ് ഞാൻ ഓർഡർ ചെയ്തതും. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അയ്യോ രക്ഷയില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കാണുമ്പം എല്ലാം ചെറിയ ചെറിയ പോർഷനായിട്ട് തോന്നുകയാണെങ്കിലും കഴിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ വയറങ്ങ് ഫില്ലായി. ഞാൻ ചപ്പാത്തി കഴിച്ചില്ല. എനിക്ക് റൈസാണ് കൂടുതലും ഇഷ്ടം. ഉച്ചയ്ക്ക് എനിക്ക് റൈസ് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പം ഞാൻ റൈസാണ് കഴിച്ചത്. ചപ്പാത്തി ഞാൻ കുറച്ചെങ്ങാനേ കഴിച്ചിട്ടുള്ളൂ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗുലാബ് ജാമുൻ കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഗുലാബ് ജാമുൻ. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് എനിക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമുക്ക് താലിയുടെ കൂടെയൊക്കെ ഒരു ഗുലാബ് ജാമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു.
ഫ്ലൈറ്റ് കയറിയത് ഞാൻ വേഗം കിടന്നുറങ്ങി. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ലഞ്ച് കഴിച്ചതുകൊണ്ട് ഞാൻ വേഗം കിടന്നുറങ്ങി. ഞാൻ മൂവി എന്തെങ്കിലും കാണാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 1 അവറിന് ശേഷം ഞാൻ സൂറത്തിലെത്തി. നമ്മുടെ കാർഗോൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇറങ്ങിയത്. എനിക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ബാഗും സാധനങ്ങളൊന്നും എടുത്ത് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനിത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല ചൂടാണ് കേട്ടോ സൂറത്തിൽ. നല്ല ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മാതിരി നല്ല ചൂടാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഊബറിനൊന്നും അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ബുക്ക് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഊബർ കിട്ടി. അപ്പം ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് സൂറത്തിനെ പറയുന്നത്. ശരിക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ് കേട്ടോ. പിന്നെ അധികം അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഹോട്ടലിലേക്ക് അരമണിക്കൂറേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഞാനിതേ എൻ്റെ ഹോട്ടൽ റൂമിലെത്തി. എനിക്ക് ഭയങ്കരമായിട്ട് പിള്ളേരെയും അജയനെയൊക്കെ മിസ് ചെയ്യുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുന്നത്. സാധാരണ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് വരാറ്. റൂമിലേക്ക് കയറിയപ്പോൾ ഭയങ്കര നിശബ്ദത കേട്ടോ. സാധാരണ അജയും ബോയും ആരോയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹോട്ടൽ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ഒരു ഓട്ടം ബഹളം ഒക്കെ ആയിരിക്കും പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ. അജയ് ആണെങ്കിൽ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് നേരെ ബെഡിലേക്ക് ചാടിക്കിടക്കും. ഇതൊക്കെയാണ് പതിവ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നിശബ്ദത, ഭയങ്കര സൈലൻസ്. പിന്നെ ഭയങ്കര പീസ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് ബോനി ആരോനെ അജയനൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വർക്കിൻ്റെ ഒക്കെ കാര്യമാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ട്രാവൽ ചെയ്യുക. ചിലപ്പോൾ ബോയും ആരോയും ഉണ്ടോ, ഇല്ലെങ്കിൽ ഞാനും അജയും ഒന്നിച്ചിട്ടാണ് ട്രാവൽ ചെയ്യാറ്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ. പക്ഷേ ഇത് അജയ്ക്ക് വരാൻ പറ്റിയില്ല. കാരണം അവന് ബാംഗ്ലൂർ 1-2 ക്ലയൻസിനെയൊക്കെ മീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഏജൻസിയുടെ ഭാഗമായിട്ട് അവന് ബാംഗ്ലൂർ 1-2 ക്ലയൻസിനെയൊക്കെ മീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. അപ്പോൾ അവൻ കൊച്ചിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഉടനെ തന്നെ സൂറത്തിലേക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. നാളെ രാത്രിയാണ് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ എനിക്കിവിടെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ തിരിച്ചു പോകും. നാളെ രാത്രി തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തും. അപ്പോൾ ജസ്റ്റ് ഒരു 1 നൈറ്റ് മാത്രമേ ഇവിടെ സ്റ്റേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു ചായ വേണം. ഞാൻ ചായ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചായപ്പൊടി എന്താ പറയുക, മറ്റേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടീ പൗഡറാണല്ലോ, മറ്റേ ഈ പാക്കിൻ്റെ ഇതില്ലേ, അങ്ങനത്തെ ടീ പൗഡറാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി ശരിയാവണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി ആക്കാനുള്ളൂ. സാധാരണ ഇങ്ങനെ ഹോട്ടലിലൊക്കെ നമ്മൾ താമസിക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ചായയും കോഫിയും ഒക്കെ, അതായത് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചായയും കോഫിയൊക്കെ ഉണ്ടാക്കി തരാൻ രാജിയാണ് കേട്ടോ. കാരണം ഞാൻ എങ്ങനെയൊക്കെ ഞാനിത് ഉണ്ടാക്കാൻ നോക്കിയാലും ഒന്നുകിലും ചായപ്പൊടി കൂടുതലായി പോകും, അല്ലെങ്കിൽ പാൽപ്പൊടി കുറഞ്ഞു പോകും, കടുപ്പം ശരിയാവത്തില്ല, അല്ലെങ്കിൽ മധുരം ശരിയാവത്തില്ല. എനിക്ക് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്ക് ശരിയാവില്ല. എനിക്ക് സാധാരണ നമ്മൾ പാലൊഴിച്ച് വെള്ളമൊഴിച്ച് ചായ നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം അജയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കോഫി കറക്റ്റായിട്ട് വന്നു, എനിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നു. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ വയലിൽ വെക്കാൻ കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് കുടിക്കാം. ഇനി എനിക്ക് കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണം. കാരണം എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല. ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാണ്ട് പിന്നെ ഡിന്നർ കഴിക്കുക, കിടന്നുറങ്ങുക. വേറെ പരിപാടിയൊന്നുമില്ല. താഴെ റിസപ്ഷനിൽ തന്നെ ചോദിക്കണം ഇവരുടെ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുള്ളത്. അപ്പം ഡിന്നർ ഇവിടെ നിന്ന് തന്നെ കഴിക്കാനാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇവിടെയൊന്നും അങ്ങനെ കടകളും ഇതൊന്നും ഇല്ല, ജസ്റ്റ് ചുമ്മാ ഒരു വാക്കിനൊക്കെ പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങാന്നുള്ളത്. അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കോഫി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് ഒന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലാപ്പിലായിരുന്നു, ഡാവിൻഷിയിലായിരുന്നു ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചതും അതിലാണ്. എന്നെ അജയ് പഠിപ്പിച്ചത് ഡാവിൻഷിയിലാണ് എഡിറ്റ് ചെയ്യാൻ.
പിന്നെ എനിക്ക് ലാപ്പിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തേക്ക് ഈ ലാപ്പ് പൊക്കിക്കൊണ്ട് പോകണം. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. VN-ലായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുന്നത്, അതായത് എൻ്റെ റീൽസ് ആണെങ്കിലും വ്ളോഗ്സ് ആണെങ്കിലും ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുന്നത് CapCut-ലാണ്. അപ്പോൾ ഫോണിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആണല്ലോ. നമുക്കിപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഫോണിൽ എഡിറ്റ് ചെയ്യാമല്ലോ. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരും. അപ്പം ഒന്നുകിൽ നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോൺ എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കണം. ഞാൻ ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ റീസെൻറ്റ് വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ റൂമിലെത്തിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഫോണിന് ചാർജ് ഇല്ല. അപ്പം ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പം ഞാൻ എഴുന്നേറ്റത് നന്നായി, ഇല്ലെങ്കിൽ എനിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് എന്തായാലും ഡിന്നർ കഴിക്കട്ടെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡിന്നറും കൂടെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ കിടന്ന് ഉറങ്ങണം. സോ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാം. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ കിടന്നുറങ്ങിയാലോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ബുഫേ ചെയ്തുകൊണ്ട് കുറേ ഫുഡ് കഴിച്ചു, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കഴിച്ച്, ഡിസേർട്ട്സും മെയിൻ കോഴ്സും സാലഡ്സും എല്ലാം കുറേ കഴിച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ ഫുൾ ഡേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വൈകുന്നേരം എനിക്ക് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണം. 7 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു 1 ഡേ സോളോ ട്രിപ്പ് അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വർക്കിന് വരുന്നതും ഇതുപോലെ ഒരു ഹോട്ടൽ റൂമിലൊക്കെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എങ്ങനെ ഉറങ്ങിപ്പോകുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫോണിൽ അലാറമൊക്കെ വെച്ചിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഇവിടുന്ന് റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തിട്ട് വേണം പോവാൻ, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി നാളത്തെ ഷൂട്ടും കാര്യങ്ങളും, ഞാൻ എവിടെയാണ് പോകുന്നത്, എന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ദിസ് ഇസ് അഞ്ജന സൈനിങ് ഓഫ്. ടാറ്റാ.